ഇത്തിരി ഭംഗി കൂടിയ എൻ്റെ അഹങ്കാരം തോന്നുന്നുണ്ട്. ഈ പൂവുണ്ടല്ലോ വിരിയാൻ ഭയങ്കര മടിയാണ്. വല്ലപ്പോഴുമാണ് നമുക്ക് ഓരോ ഫ്ലവർ കിട്ടുക കേട്ടോ. നല്ല ഭംഗിയാണ് ഉണ്ടാകുമ്പോൾ. ആ ഒരു സീസണായിരിക്കും, ആ ഒരു ടൈമിൽ ഫുൾ ചെടി നിറച്ച് പൂവുണ്ടാവും. പിന്നെ കുറേ കാലത്തേക്ക് ചെടി അങ്ങനെ നിൽക്കണതാണ് കേട്ടോ. പക്ഷേ ഉണ്ടാവുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള നല്ലൊരു യെല്ലോ പൂവാണ്. നമുക്കൊരു നീലപ്പൂ ഉണ്ടല്ലോ, പേരൊന്നും കിട്ടുന്നില്ല, നീല പർപ്പിൾ കളറിലൊക്കെ ഉള്ളൊരു വലിയ മരമായിട്ടുണ്ടാവും, നിറച്ച് പൂക്കൾ ഉണ്ടാവണേ. അതിൻ്റെ തന്നെ ഒരു സെയിമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ചെടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ പൂക്കൾ ഏകദേശം ഒരേപോലെ നല്ല രസമുള്ള പൂവാണ്. അത് കണ്ടപ്പം ഞാൻ പറഞ്ഞില്ലേ വല്ലപ്പോഴും കാണുന്നതും കൂടി ഞാനതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചാണ്. പിന്നെ നല്ല ഇടി വെട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. കുറേ രാവിലെ മുതലേ ഒരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ അങ്ങോട്ട് പെയ്യാണ്ട് ഇപ്പം നല്ല ഇടി അടിച്ചിട്ട് ഇതാ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല മഴയാണെങ്കിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടി നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ നമുക്കിന്ന് വയനാട്ടിലെ ഇലക്ഷനാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി വോട്ട് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പം നമ്മൾ വോട്ടൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ വേഗം ചായ കുടിക്കായിരുന്നു കേട്ടോ. വേഗം ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യാൻ പോയിട്ട് വോട്ട് ചെയ്ത് വന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ പഴുപ്പത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ നമ്മൾ വയൽ കഴിഞ്ഞിട്ട് വേറെ സ്കൂളാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനും അമ്മയും തന്നെ പോകാറുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും തിരക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. പോയി വന്നവരൊക്കെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക്. 2 ബൂത്തുണ്ട്. അതിൽ ഒരു സൈഡിൽ നമ്മളെ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നല്ല തിരക്കിച്ചാൽ ഭയങ്കര തിരക്ക്. ഒരു 10 മണി 11 മണിക്കായിരുന്നു പോയിട്ടായിരുന്നത്. നല്ല വെയിലുമായിരുന്നു. അങ്ങനെ ശരിക്കും മടുത്തുപോയി കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് ചെയ്യൽ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നേരത്തെ പോയാൽ കേട്ടോ. രാവിലെ നേരത്തെ പോയി. ഞാൻ ആദ്യം വെച്ച് നിച്ചുവിനെയും കൂട്ടി പോവാന്ന്. 60 വയസ്സിന് മേലുള്ളവരും അതേപോലെ തന്നെ കുട്ടികളുള്ളവരൊക്കെ വേഗം കയറ്റിവിടും. അപ്പം പിന്നെ വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോകാൻ ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷെ ഭയങ്കര മഞ്ഞായം കൊണ്ട് അവനെ കൂട്ടിയില്ല. പക്ഷെ അവിടെ ചെന്നു നേരെ അമ്മ ആദ്യം കയറി. അതുകൊണ്ട് വേറെ നമ്മൾ മെയിൽ ഫീമെയിൽ ആയിരിക്കുമല്ലോ, അങ്ങനെ വേറെ ഏതൊരു ചേട്ടൻ കയറി. പിന്നെ അടുത്തത് ഞാനും വോട്ട് ചെയ്തിട്ട് ഇപ്രാവശ്യം പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് തരാൻ വേണ്ടി പറ്റി. പിന്നെന്താ, ഇനിയിപ്പം കുറേ ദിവസമായി നമ്മൾ ഡേ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട്. അപ്പം ഇന്ന് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വലിയായിട്ട് സംഭവം കേട്ടോ. അപ്പം ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വരാനുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ഒരു പ്ലാനിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്കിന്ന് ഞാൻ ഈ ചായയും കൂടെ ഒന്ന് കുടിക്കട്ടെ. നമ്മളല്ലേ രാവിലെ നേരത്തെ പോയി ചായ കുടിച്ചിട്ടില്ല. അപ്പം എൻ്റെ വെള്ളയപ്പം കടലക്കറി ഉണ്ട്. അപ്പം അതും കഴിക്കണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന താമരക്കുളം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞിക്കുളം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രസമാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാവിലെ ഒന്ന് നോക്കും. ഇതിൽ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ടാങ്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട്, നമ്മളെ പഴയ വാട്ടർ ടാങ്ക് ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ മണ്ണും അതേപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ നിറച്ചു. എന്നിട്ട് നമ്മൾ ആമ്പലിൻ്റെ തൈ കടൽമാണെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നട്ടുകൊടുത്തിട്ട് വെള്ളം ഈ ഒരു മേലെ വരെ ഫില്ലാക്കി വെച്ചു. അതിൽ ഗപ്പികളെ കൊണ്ടുവന്നിട്ടു. കണ്ടോ, തവളയൊക്കെ അതിൽ വിരുന്നുകാരനായിട്ട് വന്നിട്ടുണ്ട്. 1-2 തവളകളുണ്ട് കേട്ടോ. അവർ സ്ഥിരയിലുണ്ടാകും. നല്ല രസമാണ്. ആ ഒരു ആമ്പൽ കൊണ്ടുവന്ന് നട്ടേൻ്റെ ആ ഒരു ദിവസം ഇല അന്ന് കുഞ്ഞു തൈകളായിരുന്നു കേട്ടോ. കുഞ്ഞു തൈകളായിരുന്നു, ചെറിയ ഇലയൊക്കെ ആയിരുന്നു. അതൊന്ന് വാടി നിന്നിരുന്നു. പിറ്റേ ദിവസം മുതൽ അത് നല്ല ഹെൽത്തി ആയിട്ട് വന്നു. ഇപ്പോൾ കണ്ടോ, നല്ല വലുപ്പത്തിൽ അത് വളർന്ന് റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ പൂട്ടിട്ടില്ല, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ആമ്പൽ കേട്ടോ. ഞാൻ നേരത്തെ താമര നല്ല പറഞ്ഞത്, അത് ആമ്പലാണ് കേട്ടോ. ആമ്പലിൻ്റെ പ്ലാന്റ് ആണ്. നന്നായിട്ടുണ്ട്. ഇനി പൂ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഗപ്പികളൊക്കെ നിറച്ച് കുട്ടികളുണ്ടായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ ഒരു മൾബറിയിൽ വീണ്ടും കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ കായ ഉണ്ടായിരുന്നു. അതിൽ 1-2 കായൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നല്ല വലുപ്പമുള്ള കായായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായതിന് വലുപ്പം കുറവാണ്. എന്താണോ പറ്റിയത്? എനിക്ക് തോന്നുന്നു ഈ ചെറിയ കമ്പിലാണ് ഉണ്ടായത്. ഒരു 4 കമ്പുണ്ട്. നല്ല വലുപ്പമുള്ള 2 കമ്പും പിന്നെ ഇങ്ങനത്തെ ഒരു മുരടിച്ച 2 കമ്പുണ്ട്. ഈ ഒരു മുരടിച്ച 2 കമ്പിലാണ് ആക്ച്വലി ഈ കായ ഉണ്ടായിട്ടുള്ളത്. എന്താണ് അവ ഉണ്ടായത്? ആ വലുതിലല്ല. എന്തായാലും കായ ഉണ്ടായല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സമാധാനം. പിന്നെ ഇതാ ഇവിടെ ഏട്ടനും അമ്മയും നിച്ചൂട്ടിനും കൂടെ ഭയങ്കര പണിയാണ്. ഏട്ടനിവിടെ എന്താ പണിയണേന്ന് ചോദിച്ചാൽ, ടോബോയ്ക്ക് തീരെ എന്താ പറയുക വെപ്രാളം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കൂട് ഫുള്ള് നാശാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ നമ്മൾ കൂടിൻ്റെ ഇടയിൽ പലകയല്ല, ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവൻ എങ്ങനെയൊക്കെയാണെന്നറിയില്ല ചാടി ആരെയും കണ്ടു കഴിയുമ്പോഴത്തേക്ക് കീഴിൽ കിടന്നിട്ട് ചാടിയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ സാധനമൊക്കെ എങ്ങനെ കടിക്കാൻ കിട്ടുമെന്നറിയില്ല. അവൻ അതിങ്ങനെ കടിച്ച് നല്ലോണം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ 2 പീസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഏട്ടൻ അത് അറേഞ്ച് ചെയ്ത് വെച്ച് എങ്ങനെയൊക്കെയോ സൈഡിൽ കമ്പിയും കൊണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഞാനിത് വീണ്ടും
ഒരു കടൽമാട് പോയ സമയത്ത് ബൊമ്മാമ്മൻ്റെ അവിടെയും കൂട്ടിൽ ഇതിനെ കണ്ടത്. ഇതിനല്ല, ഈ സംഭവം ഇട്ടിട്ടുണ്ട്. അവിടെയും എനിക്ക് തോന്നുന്നു അവിടുത്തെ നായ തന്നെ കടിച്ച് നല്ലോണം നാശാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ അവസ്ഥ തോന്നുന്നു. ഇതേട്ടൻ മേടിച്ചിടുന്ന സമയത്ത് പന്നീൻ്റെ കൂട്ടിലിടുന്ന സംഭവമാണ്, ഒരിക്കലും നാശാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനത് കടിച്ച് അലമ്പാക്കാൻ തുടങ്ങി. പിന്നെ നമ്മളുടെ കിളികളെ കാര്യത്തിൽ കണ്ടോ, ഒരു കട്ട കണ്ടോ, അതെന്താണെന്ന് വെച്ചാൽ എന്തോ കാൽസ്യം അങ്ങനെന്തോ കട്ടയാണ് കേട്ടോ. നമ്മളെ കിളിക്ക് ഇഷ്ടം പോലെ മുട്ടിട്ടു. ഇതുവരെ അതിനെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഒരു വർഷം കയ്യിൽ കൊണ്ടുവന്നിട്ട് ഒരു 10-30 മുട്ടയെങ്കിലും കിളികൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇടുക, അത് കുറച്ച് ദിവസം അടയിരിക്കും. പിന്നെ നോക്കുമ്പോൾ താഴെ കൂട്ടിൽ വീണടക്കും കേട്ടോ. പിന്നെ അത് കൊത്തി പൊട്ടിച്ചിടുക. അങ്ങനെയായിട്ട് ഇപ്പം അച്ഛൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പോയി പറഞ്ഞപ്പം മൃഗാശുപത്രി ആണെന്ന് അറിയില്ല, ആ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാൽസ്യക്കുറവായിരിക്കും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അവരിങ്ങനെ കൊത്തി കഴിക്കും. പിന്നെ ടോബോ അതാ അവനെ കൂട്ടുന്ന മാറുന്ന സമയത്ത് കുറച്ച് നേരം അഴിച്ചുവിടും. ചിലപ്പോൾ അങ്ങനെ ഈ ഒരു കമ്പിയിൽ കിട്ടുട്ടോ. ഭയങ്കര പിടപ്പ്. അവൻ്റെ ഈ ഒരു പിടപ്പ് കുറയില്ല. 1 വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു കുട്ടികളെ മാറുന്നൊക്കെയാണ് പറയാം. പക്ഷെ ടോബോ കൊണ്ടുവന്നപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അവൻ്റെ വെറുതെ ഉണ്ടായിരുന്നൊരു കടിക്കലുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വേദനിപ്പിച്ച് കുഞ്ഞിതായപ്പം അതൊക്കെ മാറി. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭയങ്കര പിടപ്പാണെന്നാലും. പിന്നെതാ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് നമ്മളെ സപ്പോട്ട. അതിൽ കുറച്ച് കായകളൊക്കെ ഉണ്ട്. ചെറിയൊരു തയ്യ, പക്ഷേ ഇത് കറക്റ്റ് നല്ലോണം ഈ പറഞ്ഞ പോലെ തന്നെ കായകൾ തരാറുണ്ട്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു കുഞ്ഞു കായാവുമെന്ന്. ഇവിടെ ഇങ്ങനത്തെ ഒരു നീണ്ട ഷേപ്പിലുള്ളത് അച്ഛൻ പണ്ട് കൊണ്ടുവച്ചത് ഇറ്റുപോലെ കുഞ്ഞു വലിപ്പമുള്ളൂ. ഒരു അടക്കേന് അത്ര പോലും വലിപ്പമില്ലാത്ത ചെറിയ ഒരു സംഭവമുണ്ട്. അതല്ല, ഇതിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കണ്ടോ. ഇതേപോലത്തെ ഒരു പ്ലാന്റാണ്. എല്ലാത്തിൻ്റെ ആ ഒരു കമ്പിൻ്റെ മേലെയും കായുണ്ട്. അതേപോലെ തന്നെ പുതിയതുണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറം സൈഡിൽ നട്ടിട്ടുണ്ട് വേറൊരു മോഡൽ, വേറെന്തൊരു ഹൈബ്രിഡ് മോഡലാണ്. അതിൽ ഇലയിലൊരു വെള്ള ഡോട്ടും കൂടെ വരുന്നുണ്ട്. വ്യത്യാസമുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. അതിലും ഇഷ്ടം പോലെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കായ ഉണ്ടാവാറുണ്ട്. ഒരു അശ്വൻ അതിൽ കായ ഉണ്ടായി കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഇപ്പോൾ പൊതുവേ കുറവാണ്. ഒന്നാമത് മഴേൻ്റെ ആ ഒരു മഴ അങ്ങോട്ട് വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഗൺവില്ലയിലും ബാക്കി ചെടികളൊക്കെ പുഴുവായിട്ടും ഒക്കെ കൂടെ ഒരു നന്നാവാത്ത അവസ്ഥയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്തൂര്യം മാത്രമാണ് ഇപ്പം നന്നായിട്ട് പൂത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. പിന്നെ റോസൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്, വെയിലായിട്ടാന്ന് തോന്നുന്നു. നിച്ചോട്ടെ പിന്നെ വെയിലിൽ നനയ്ക്കണം കേട്ടോ. നനയ്ക്കണമെങ്കിൽ ഞാൻ അവനെ കാണാണ്ടല്ലേ പുറത്തേക്ക് ഇറങ്ങണം. വാതിലൊക്കെ അടച്ചിട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ അവനായി നനയ്ക്കണം. എന്നിട്ട് മേത്തു കൂടെ ഒക്കെ വെള്ളമൊക്കെ ആക്കിയിട്ട് അവൻ മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ജലദോഷമൊക്കെ പിടിച്ചാൽ മാറുകയില്ല. ഇവനിപ്പം ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഒരു 2-3 ആഴ്ച സ്ഥിരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലായിരുന്നു പണി. ഇപ്പോൾ എനിക്ക് 2 മാസമായിട്ട് അവന് ജലദോഷമുണ്ട്. ഇങ്ങനെ കുറയണേ ഇല്ല, എന്താണെന്നറിയില്ല. ഇപ്പോഴും മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജലദോഷത്തിന്. പക്ഷേ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനെ വികൃതി കാട്ടി നടക്കണം. അതേപോലെ എന്തെങ്കിലുമൊക്കെ മല്ല ചേരട്ടേനൊക്കെ പിടിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ട് ഒരു ചേരട്ടേനെ പിടിച്ച് എൻ്റെ മേത്തേക്ക് എറിഞ്ഞു. ഞാൻ എന്താ നോക്കുമ്പോഴാണ് ചേരട്ടേന്ന് കാണുന്നത്. അങ്ങനെ കണ്ടൊക്കെ എടുക്കുക, അങ്ങനത്തെ ഓരോന്ന് കാണിച്ചു കിടക്കും. പിന്നെ ഇതാണ് പറഞ്ഞേ ആന്തൂര്യം. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആന്തൂര്യത്തിൻ്റെ ഒരു മോഡലാണ് ഈ ഒരു ഓറഞ്ച്. നല്ലോണം പൂക്കളുണ്ടായി കണ്ടോ. ഒരടുത്ത 3 പൂക്കൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അടുത്തത് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറാണ് സാധനം, നല്ല അടിപൊളി. ഇത് ഞാൻ ഓൺലൈനിലാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഓറഞ്ച് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ ആ ഒരു കളറും ഇവിടെ റെഡും വേറൊക്കെ ഉണ്ട്, എന്നാലും ഇത് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് ചുരിദാറുകളാണ് കേട്ടോ. ഞാൻ വേറെ ടോപ്പുണ്ട്, ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഒരു 3 ചുരിദാറും പിന്നെ ഒരു പാൻറ്റും കാണിക്കുന്നുണ്ട്. അതേപോലെ പലാസോ പാൻറ്റും പിന്നെ നമ്മളുടെ ഒരു ടോപ്പ്, കുർത്ത ടോപ്പാണ് കേട്ടോ. അപ്പോൾ 3 ഒരു കോട്ടൺ പോലത്തെയൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. നോക്കട്ടെ, ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കണുള്ളത്. അപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് സാധനം കിട്ടിയിട്ടുള്ളത് 2. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ എന്ത് പറയുമോ എന്നും ആദ്യം എപ്പോഴും ഫുൾ ചുരിദാറായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും കുർത്ത അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് ഫുള്ള് ജീൻസ് ആയിരുന്നു. ഞാൻ ചുരിദാർ ഇട്ടിട്ട് ഇപ്പൊ ചുരിദാറിട്ട് ഭയങ്കര കുറവാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പഴയ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ അച്ഛൻ പറയും മേമ പണ്ട് നല്ല ഡ്രസ്സായിരുന്നല്ലോ ചുരിദാറൊക്കെ ഇടുക. ഇപ്പൊ മേമയുടെ ഡ്രസ്സ് ഒരു ഡ്രസ്സല്ല പറയും. അച്ഛന് ചുരിദാറൊക്കെ ഇട്ടിട്ട് നമ്മളെ അന്ന് ശരിക്കും ഭയങ്കര ഫ്ലെയർ ആയിട്ട് ഡ്രസ്സൊക്കെ ഇല്ലേ, അതിന് അർക്കലി മോഡലൊക്കെ അങ്ങനത്തെ ഫുള്ള് യൂസ് ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് നല്ലോണം മേക്കപ്പ് ഇടും. അതേപോലെ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് അച്ഛനും ആ ലുക്കാണ് ഇഷ്ടം. എന്നിട്ട് എപ്പോഴും പറയും മേമ എന്താ ഇപ്പൊ അങ്ങനെ ഇടാത്തത്. ഇപ്പൊ മിക്കവാറും കുഞ്ഞിക്കമ്മലായിരിക്കും ഇടുക. ഇപ്പൊ പിന്നെ ഞാൻ ഈ ഒരു കമ്മലൊക്കെ എടുത്തിട്ട് കേട്ടോ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടാനായിട്ട് വലുതൊക്കെ എടുത്തിട്ടും അല്ലാണ്ട് എപ്പോഴും ചെറുതൊക്കെ ഇടുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ചുരിദാറുകളാവാന്ന്. എന്നിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഓണം വിഷു കഴിഞ്ഞ എന്താ കഴിഞ്ഞേട്ടാ, ഇപ്പൊ എന്താ കഴിഞ്ഞേട്ടാ ഓണം. അപ്പൊ ആ ഒരു ഓണത്തിന് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏട്ടന് എനിക്കൊരു ചുരിദാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ചുരിദാർ എന്ന് പറയുന്നത്.
ലെങ്ത് ഒക്കെ ഞാൻ കുറച്ചുകൂടെ എണീറ്റ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലെങ്ത് കാണിക്കണ്ടല്ലോ. അപ്പം ഇതാണ് ലെങ്ത് ഒക്കെ ഉണ്ട്. രസമില്ലാട്ടാ അല്ലേ? അധികം ഷേപ്പ് ആക്കാനല്ല. എനിക്ക് ചുരിദാറാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ലെങ്ത് വേണം കേട്ടോ. എനിക്ക് ഇഷ്ടം ഇറക്കം കുറഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമില്ല. കുർത്തയാകുമ്പോൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ചുരിദാറാകുമ്പോൾ അത്യാവശ്യം ഇറക്കാണ് ഇഷ്ടം. ഇതേപോലെ ഒരു യെല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കളർ. എക്സാക്ട് ഈ സെയിം കളറാണ് കേട്ടോ. പിന്നെ ഇവിടെ സൈഡിൽ കൂടെ കൈയിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു ലൈസ് വർക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാനത് കട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ അധികം ഇവിടെ നിന്ന് ഓടിച്ചിട്ടില്ല. കൈ ഇവിടെ വരെ ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ മിക്കവാറും അത് കട്ട് ചെയ്യും. എല്ലാത്തിനും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ഇത് ലിബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനാണ് കേട്ടോ. ഒക്കെ 1100 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ നെക്ക് വരുന്നത് ഇതേപോലെ വന്നിട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു വീക്കട്ട് വരുന്നുണ്ട്. ഇവിടെയും ഈ ഒരു സെയിം വർക്ക് വരുന്നുണ്ട്. ഒരു പ്രിന്റ് ഇല്ലേ, അതാണ് ഇതിൽ ഫുള്ള് പോകേണ്ടത്. അത് ത്രെഡ് വർക്ക് അല്ല, പ്രിന്റ് ആണ് ഇതിൽ വരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പ്. അതേപോലെ തന്നെ അതിന്റെ ഷോള് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ ഷാള്. എനിക്കിങ്ങനെ ഒഴുകി കിട്ടുന്ന ഷാളില്ലേ, പണ്ടും അതേപോലെ തന്നെയാണ്. ഇത് ഇട്ട ആ ഒരു സൈഡിൽ അങ്ങോട്ട് നിൽക്കും, അല്ലെങ്കിൽ ആ ഇട്ട അതേപോലെ നിൽക്കും. നല്ല ഭംഗിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഷാൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഷാളുണ്ട്. ഈ ഒരു കളർ ഡ്രസ്സ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഇതേ സംഭവം ഒന്ന് വാച്ചി കണ്ടിട്ടുണ്ട് പണ്ട് കുഞ്ഞത്തിന്റെ കല്യാണത്തിന്, ആരുടെ കല്യാണത്തിന്. അപ്പം ഈ ഒരു ഷാള്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു പ്രിന്റ് വരുന്ന സെയിം പ്രിന്റ് വരുന്ന ഒരു പാൻ്റാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ലൂസ് പാൻ്റ് ഇല്ലേ, ഇങ്ങനത്തെ നല്ല വന്നിട്ട് നല്ല ചുരിദാർ ഇഷ്ടപ്പെട്ടു. ഇവിടെ ലാസ്റ്റിക് ആണ്. ഇത് ലിബാസ് എന്നുള്ള ബ്രാൻഡിന്റെ ആണ്. ഞാൻ റേറ്റ് പറഞ്ഞു 1100 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു 3 കറക്റ്റ് വരുന്നത് കേട്ടോ. എക്സാക്ട് ആ റേറ്റ് വരുന്നത് വെച്ചാൽ ഇങ്ങനെയാണെങ്കിലും വ്യത്യാസം വരും. ഞാൻ പറഞ്ഞ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ചിലപ്പോൾ അങ്ങോട്ട് കൂടും, ചിലപ്പോൾ അങ്ങോട്ട് കുറയും. എപ്പോഴും നമ്മൾ ആമസോണിൽ നോക്കിയിട്ട് റേറ്റ് അല്ലെങ്കിൽ സെയിൽസിന്റെ സമയത്ത് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നല്ല ഒരു 200 അല്ലെങ്കിൽ 300 ഒക്കെ ഡിഫറൻസ് ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ 800 രൂപേൻ്റെ കിട്ടും വ്യത്യാസത്തിൽ സാധനങ്ങൾ വരുന്നത്. ഇതിന്റെ പാന്റിന്റെ സൈഡിൽ കൂടെ ഈ ഒരു ലേസ് വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ചുരിദാർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ടോപ്പാണ് ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വെച്ചു. ഈ ഒരു ഗ്രീൻ കളറിലാണ്. ഇത് കുറച്ചുകൂടെ മെറ്റീരിയൽ ആണെങ്കിൽ കട്ടിയുണ്ട് കേട്ടോ. കുറച്ച് നൈസ് മെറ്റീരിയൽ ആണ് ഉണ്ടോ. പിന്നെ അതേപോലെ ഒരു ഗ്രീൻ കളറാണ്. ഇതേപോലെ ഒരു എന്താ പറയുക, സൈഡിൽ കൂടെ ചെറിയൊരു വർക്കൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ വേറെ ഡിസൈനാണ് വരുന്നത്. ഒരു നല്ല ഗ്രീൻ ഡാർക്ക് എന്ന് പറയില്ലേ, ഇപ്പം എന്ത് കളറാ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതിനും അത്യാവശ്യം ടോപ്പിന് ഇറക്കുന്നുണ്ട്. 3/4 സ്ലീവ് ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കുർത്ത, നല്ല കോട്ടൺ സംഭവം കേട്ടോ. അതൊക്കെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാണ്ട്, ഒരുപാടൊന്നും ചെയ്യാനല്ല, ചെറിയൊരു ഇത് കേട്ടോ. നല്ല കുർത്തിയാണ്. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ജനസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ, ഇത് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. ഞാൻ കുറച്ചധികം ഇതിൽ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതാണ് അടുത്ത ഒരു ചുരിദാർ. ഒരു വൈറ്റും അതേപോലെ തന്നെ ഗ്രീന്, നമ്മുടെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഫ്ലവേഴ്സ് ആണ് ഇത് കാണുന്നത്. ഇതും രസമുണ്ട്. ഇങ്ങനത്തെ എനിക്കൊരു ബ്ലൂ ഉണ്ട്. എനിക്ക് ഏട്ടൻ മുക്കത്ത് കൊണ്ടുവന്നതിൻ്റെ വേറൊരു പാറ്റേൺ. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു കോട്ടൻ്റെ ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ മിക്കവാറും ലൈനിങ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നാണെങ്കിലും അങ്ങനെ ലൈനിങ് ഈ ഒരു മെറ്റീരിയൽ കാണാറില്ല. ഇതാണ്. ഇതിനും ഈ ഒരു ലെങ്ത് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ ആ കഴുത്തിൻ്റെ പോർഷനിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രിന്റ് ആയിട്ടല്ല, ഫുൾ ഈ ഒരു വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ സെയിം നമ്മുടെ കഴുത്തൊക്കെ ഒരേ മോഡലാണ്. അതായത് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു വി കട്ട് പോലത്തെ ആ ഒരു ഡിസൈന്, കൈയിൻ്റെ അടിയിലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുണ്ട്. എനിക്ക് കാണുന്നില്ല, ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ട്. ഇട്ടിട്ട് രസം എന്താണെന്ന് എനിക്ക് തോന്നുന്നു. വൈറ്റ് രസം ഉണ്ടാവും എപ്പോഴും വൈറ്റിൽ പ്രിന്റ് ചെയ്തിരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ പാൻറ്, ഇതിൻ്റെ ഷാള് കോട്ടൺ ഷാളാണ് കേട്ടോ. എനിക്ക് മറ്റേ ഷാളാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇത് ആ ഒരു കോട്ടൻ്റെ തന്നെ ഷോള്. പാൻറ്റും ഷോളും ഏകദേശം സെയിം ഡിസൈനാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോള് വരുന്നത്. അതേ കളറിലുള്ള പാൻറ് ഇതേപോലെ ലൂസാണ്. ഇപ്പോഴത്തെ മോഡലാണല്ലോ, നമുക്ക് കുറച്ച് ലൂസായിരിക്കുന്ന പാൻറ്, അല്ലെങ്കിൽ മറ്റേ സിഗരറ്റ് കട്ട്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. എൻ്റെ ഒരു ഇഷ്ടം പോലെ ചിലപ്പോൾ എന്തെന്നറിയോ, ഇത് കുറച്ച് അങ്ങ് തിന്നാക്കും. എനിക്ക് ചില ഡ്രസ്സൊക്കെയാണ് ലൂസായ പാൻറ്, ചിലതിന് എനിക്ക് ലൂസ് ഇടുമ്പോൾ ഇഷ്ടമില്ല. ഇത് എനിക്ക് ഇട്ട് നോക്കണം കണ്ണാടിയിൽ പോയിട്ട്. ഇപ്പം ഞാൻ കിട്ടിയിട്ട് അങ്ങനത്തെ നിങ്ങൾക്ക് ആട്ടോ അപ്പോൾ കാണിച്ചു തരുന്നത്. ഞാൻ പോയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് എങ്ങനെയുണ്ട് കണ്ടിട്ടില്ല. പക്ഷെ കൊള്ളാം, നല്ലതാണ്. എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയണേ പിന്നെ ഏതൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് പറയാം കേട്ടോ. അലക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതും ലിബാസിൻ്റെ തന്നെ ആയിരിക്കും. പിന്നെ അടുത്ത വന്നിട്ട് ഒരു ബ്ലൂ ചുരിദാറാണ്. നല്ല നേവി ബ്ലൂ കളറിൽ വരുന്ന ചുരിദാറാണ്. ഇതൊക്കെ ആ റേറ്റ് തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഷോളും കോട്ടൺ ഷോളും അതേ പാൻറ്റിൽ പ്രിൻറ്റിൽ പാൻറ് വരുന്നുണ്ട്.
ഇതാണ് ചുരിദാർ വരുന്നത്. ഇതേപോലെ ബ്ലൂവിൽ ഗ്രീനും അതേപോലെ വൈറ്റ്. പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നതും നെക്കെല്ലാം സെയിം ആണ് കേട്ടോ. ഇതേപോലെ വന്നിട്ട് വീക്കട്ടിൽ വരുന്നു. ഇതാ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ 3/4 സ്ലീവാണ് വരുന്നത്. വേറെ ഇപ്പം എന്താ സിമ്പിളായിട്ടുള്ളൊരു കോട്ടൻ്റെ ചുരിദാറാണ്. അപ്പം ഇങ്ങനത്തെ കാണാനായിട്ട്. പിന്നെ അതിനിതായി ഒരു വൈറ്റ് പാൻറ്റ്. അതേപോലെ ഇതിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ പൂക്കളുടെ ഒരു ഡിസൈനൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇതിട്ടിട്ട് ഞാൻ എവിടെയും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇട്ടിട്ട് നേരെ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീ ചാനൽ ഉണ്ടല്ലോ, അതിൽ ഞാനിത് ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിനെ മാത്രം ചെയ്യും. ഹോൾ വീഡിയോ അതിലാണെങ്കിലും കാട്ടിത്തരാം കേട്ടോ. നല്ല കുഴഞ്ഞ ഷാളാണ് കേട്ടോ. ഈ പടപടാ ഷാൾ ഇഷ്ടമല്ല. ഇട്ട് ഞാൻ നല്ല കുളുകുളു നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്തൊരു ഷാൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് 3 ചുരിദാറായി. ഞാൻ പറഞ്ഞൊരു പാൻറ് ഉണ്ടായിരുന്നത് ഇപ്പം എടുത്തല്ല, കഴിഞ്ഞ ഒരു ഹോൾ വീഡിയോയ്ക്ക് വേണ്ടി അന്ന് വിളിച്ചാണ് കേട്ടോ. ഇതൊക്കെ കുർത്തേൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് എനിക്ക് ഇറക്കം കുറഞ്ഞ കുർത്തിയാകുമ്പോൾ ഇതേപോലത്തെ ലൂസ് പാൻറ്റാണ് ഇഷ്ടം. ഇറക്കം കുറഞ്ഞ കുർത്തിയിട്ടിട്ട് ഇങ്ങനത്തെ ലെഗിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ ഈ അത്ര പോർഷൻ കുറച്ച് തടി വാങ്ങിക്കും. പക്ഷെ ഇതാകുമ്പോൾ ഒരേ ബാലൻസിൽ അങ്ങനെ പോണേം കൊണ്ട് അങ്ങനെ എടുത്തൊരു പാൻറ്റാണ്. അത്യാവശ്യം നല്ല കണ്ടോ ഇങ്ങനെ വരുന്നൊരു പാൻറ്റാണ്. ഇത് നമുക്ക് കുർത്തേൻ്റെ കൂടെ ഇടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ടോപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇന്ന് എനിക്ക് പാനിപ്പൂ ഉണ്ടാക്കാനുള്ളൊരു പ്ലാന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ 7 days സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പം പാനിപ്പൂരിൻ്റെ കിറ്റ് കണ്ടു. ഏട്ടനോട് റോഡ് സൈഡിൽ നിന്ന് മേടിച്ച് രമണയായിട്ട് മേടിച്ചില്ല. അപ്പോൾ ഞാൻ എന്തായാലും കിറ്റ് എൻ്റെ അടുത്താണ്. അതിലെന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇനി അത് മടക്കി കൊണ്ടുപോയി വെക്കട്ടെ. ഉച്ചയ്ക്ക് പിന്നെ കയ്പക്കുപ്പേരിയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് സ്ഥിരം പയറുപ്പേരി ആയിരുന്നു. നമ്മൾ പയറുപ്പേരി എന്താ അറിയില്ല, മേടിക്കണ പയറൊന്നും മൂത്തിട്ടില്ല. മൂക്കണേന് മുന്നേ പറിച്ചിട്ട് ഉപ്പേരി വെക്കുമ്പോൾ ഒരു രസം കിട്ടില്ല. പയർ ശരിക്കും ആ ഒരു കറക്റ്റ് മൂപ്പായി കഴിഞ്ഞാൽ ഉപ്പേരി വെക്കുമ്പോൾ രുചി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വലുതായിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ ഇട്ടാലൊന്നും പയറുപ്പേരിക്ക് വലിയ രുചി കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കയ്പയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കായ, അതേപോലെ തന്നെ പരിപ്പും കൂടുള്ള തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചൂത മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിനി വറക്കണം. അതേപോലെ നല്ല കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണല്ലോ സുർക്കയിലിട്ടത്. അപ്പം അതുമാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറയാം കേട്ടോ. പിന്നെ നീ ചൂടിന് ഭക്ഷണം കൊടുക്കുകയാണേ. ഒരു വായ കഴിക്കും വാവേ. പൂച്ച അറിയാം ഇച്ചിട്ടോ പൂച്ച അറിയാം. ഇതെന്താ അയ്യോ അയ്യോ പറ. എന്താ വാവാണോ ഇച്ചുണ്ട? വാവയുടെ പഠിച്ച ഏട്ടൻ മീശേന്റെ കട്ടി കുറച്ചപ്പോഴേ മുഖം നല്ല മാറ്റായിട്ടോ. അതവന് ഇഷ്ടപ്പെട്ടില്ല. അത് കണ്ടിട്ട് കരയാണ്. നിച്ചിട്ടാ നിച്ചോ അച്ഛൻ മുഖം നോക്കി നോക്ക്. അച്ഛൻ്റെ മുഖം നോക്ക്. ആദ്യം വന്ന് നോക്കി, എന്നിട്ട് അയ്യേ ഞാൻ പറഞ്ഞപ്പോഴേ അയ്യേ പറഞ്ഞു. കുറച്ചു നേരം നോക്കുന്നുണ്ട് ഒറ്റ കരച്ചില്. നിച്ചോ നോക്കുഞ്ഞ നിച്ചോ മുഖത്തേക്ക് നോക്ക്. മുഖം നോക്കി നോക്ക്. എടാ അച്ഛൻ്റെ മീശയുടെ ഇതാണ് നമ്മളെ പാനിപ്പൂരിന്റെ കിറ്റ് വരുന്നത് കേട്ടോ. ഇത് ആച്ചീന്റെ ആണ്. ആദ്യമായിട്ടാണ് മേടിച്ചു നോക്കുന്നത്. എനിക്ക് അറിയില്ല, ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള ഇതില് ആ ഒരു ചട്നി ഒക്കെ ഉണ്ടാവുമല്ലോ, അതും ആ ഒരു പൂരിയുടെ ഒക്കെ ഇതിലുണ്ട്. പക്ഷെ ആ ഉരുളക്കിഴങ്ങിന് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്
ഞാൻ ഉരുളക്കിഴങ്ങ് അടുപ്പിൽ വെക്കാണ്ട് ഇവിടെ ഓവൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് അതിൽ വെച്ചാൽ വേഗം നിറയാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൽ വേവിച്ചു. സാധനം വെന്തു, പക്ഷെ അതിന്റെ മേഖലകളുണ്ടല്ലോ മുരിഞ്ഞും കൂടെ വന്നു. അപ്പൊ ഈ കുഴപ്പമില്ല, വേറെ കൊടുക്കാനല്ലോ എനിക്കതിനോട് കുഴപ്പമില്ല. അപ്പൊ അതിന് എന്തൊക്കെ എഴുതാ വെച്ചാല് ഇതാ പൂരിയാ തോന്നി പൂരി. പിന്നെ ഉള്ളത് ഈ രണ്ടെണ്ണം. ഒന്ന് നമ്മളെ ഡേറ്റ്സ്, അതേപോലെ ചട്നി കഴിക്കേ, അതാണ് സാധനം. ഒന്ന് മറ്റേ പുതിനേന്റെ മിന്തി, പുതിനേന്റെ ആ ഒരു പൗഡറും, അതേപോലെ തന്നെ സ്വീറ്റ് സാമ്പാർ ഡേറ്റ് ചട്നി, പുളി, അതേപോലെ ഈന്തപ്പഴല്ലേ, ഈന്തപ്പഴത്തിന്റെ ഞാൻ തോന്നുന്നുണ്ട് അതിന്റെ ചട്നി വരുന്നുണ്ട്. പിന്നെ എന്തോ പൗഡറാന്ന് തോന്നുന്നു. ആ പൗഡർ നമ്മൾ ഇതിലേക്ക് ഇതാണ് വേണ്ടത്. ഇതൊന്നും ഇല്ല, മാത്രം ഇടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് പൊടിച്ചിടാം. അപ്പൊ ഇതാ ഉരുളക്കിഴങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ട് പുഴുങ്ങിയത്. അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാനിപ്പൂരി ആകെ ഒരു പ്രാവശ്യത്തെ കഴിച്ചിട്ടുണ്ടോ, അല്ല ഒരു വർഷം ശ്യാമിലി മുക്കത്തല്ല കുറ്റിപ്പുറത്ത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പുറമെ ഏട്ടനോട് കാലുടിച്ച് ഒരു പ്രാവശ്യം മാര്യമ്പൂവ് ഉത്സവത്തിനും പോയി തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ പൊടി വരുന്നത്. ഇത് ഇടാനുള്ള പൊടിയാണ്, മസാലപ്പൊടി. പക്ഷെ എത്ര വേണമെന്നൊന്നും അറിയില്ല. മൊത്തം പൊടി ഉണ്ടാക്കുന്നില്ല, മുളക് പൊടി പോലത്തെ പൊടിയാണ്. കണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മൊത്തം ഇടുന്നില്ല. മതിയാവില്ലേ? മുളക് പൊടീൻ്റെ മണം വരണേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പുതിന ചപ്പും കൂടെ തന്നെ ഇടാം അല്ലേ? അപ്പോൾ കുറച്ച് കളർഫുള്ളോ അതോടെ നല്ല മുളക് പൊടീൻ്റെ മണാട്ടോ വരുന്നത്. അല്ല, ഇത് ഇതിലിടാനുള്ള തന്നെ അല്ലേ? നോക്കട്ടെ. അയ്യോ, മാറിപ്പോയോ? അല്ല, പൊട്ടറ്റോ ഒനിയനിൽ സ്പ്രെഡ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അപ്പം ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടേക്കട്ടെ, എനിക്ക് ഒന്നും കൂടെ ഇത് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇത് കുറേ ഉണ്ടല്ലോ, ഇത് മുറിച്ച് കഴിഞ്ഞാൽ ടോസ്റ്റാണ്. ഇതാണ് മിൻറ്റ് പനി പൗഡർ, കാണുന്നുണ്ടോ? ഒന്ന് കട്ട് ചെയ്യാം. അതെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിടുകയാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. മുഖത്തിടുന്നൊരു ഫേസ് പാക്കിൻ്റെ വേണം. അതിലേ നോട്ടെ, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ ചട്നി. ഞാൻ എൻ്റെ പ്ലാൻ ആരും കഴിച്ചില്ലെങ്കിൽ ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒപ്പിക്കോളൂ. അടുത്ത ദിവസം പിന്നെ എടുക്കാം വെച്ചിട്ടാ. അതത്ര മതിയില്ലേ? ഓക്കെ, ഇതാണ് നമ്മളുടെ ടമറിൻറ്റ് ഡേറ്റ് ചട്നി. ഇത് മിൻറ്റ് പൗഡർ. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. ശരിക്കും ഈ പാക്കിൽ 250, ഈ പാക്ക് ഉണ്ടല്ലോ, ഇത് ഫുൾ എടുത്തിട്ട് ഇതിലേക്ക് 250 വെള്ളം, 250 ml വെള്ളം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ മൊത്തം എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ ചൂടുകളിട്ട് കലക്കും. ഇതിലേക്ക് തന്നെ എടുത്ത് നോക്കട്ടെ. അല്ല, ഇത് മിക്സ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടാണെങ്കിൽ നീ ഇത് വറുത്തെടുക്കണം. മണമുണ്ടല്ലേ? മതിയില്ലേ? മതി. വൗ, പൂരി എല്ലാം കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. പകുതി ഇനിയും വറക്കാൻ ബാക്കിയുണ്ട്. അതിന് അടുത്ത ദിവസം ഉണ്ടാക്കാമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏട്ടന് ആദ്യം വേണ്ട പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇതൊരു കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. മിക്കവാറും ഇങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ കുറേ ഉണ്ടാക്കി വെച്ചാൽ, ഉള്ളത് മൊത്തം ഉണ്ടാക്കി വെച്ചാൽ ആരും കഴിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോവില്ലേ. അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നാളെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മല്ലിയിലെ പുതിനയിലും കൂടെ നുള്ളിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഫിൽ ചെയ്തിട്ട്
കഴിക്കണം. ഇതേപോലെ നല്ല ഗോളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൂട്ടപ്പൊക്കെ. പക്ഷെ ഒന്നുണ്ടല്ലോ കറക്റ്റ് നമ്മൾ എണ്ണയുടെ ചൂടാവണം, അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇപ്പോൾ. അല്ലാണ്ട് നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചാൽ മതി, ഓക്കെ ആവും. ഞാൻ ആക്ച്വലി കഴിച്ചു നോക്കിയില്ല കേട്ടോ. നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കണേ. അത് നിറച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ഈ ഒരു ചട്നി ഇല്ലേ, ചട്നിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഈ വെള്ളം നിറയ്ക്കാം. ഒരുമിച്ച് വാങ്ങിക്കണല്ലേ, വലിയ ടാസ്ക്കാണ്. അല്ല കേട്ടോ അവിടെ അതെടുക്കലേ പുറത്തെടുക്കാൻ കേട്ടോ. രസമൊക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പം പുറത്തുനിന്ന് മേടിച്ചാലും മടിയാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ മേടിച്ച് കഴിക്കാവുന്നുള്ളൂ. കുഴപ്പമില്ല, രുചിയുണ്ട്. മസാല ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് അത്യാവശ്യം വരുന്നുണ്ട്. ഫുള്ള് എനിക്ക് കുറെ മൊത്തം ഉണ്ടാക്കുകയാണെങ്കിൽ ആ മസാല മൊത്തം എടുക്കേണ്ടി വരും. അല്ലെ കുറച്ച് മസാല കിട്ടാൻ മതി. ഞാൻ ബാക്കിയും കൂടെ കഴിക്കട്ടെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, രസം ഉണ്ടെങ്കിൽ ഇഷ്ടമായി. പക്ഷേ ഏട്ടന് വേണം കേട്ടോ നമ്മുടെ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിക്കും. ഓക്കെ, അവന് വേണ്ട. എറിഞ്ഞെടുക്ക ടാബാ, എന്തോ ചെറുപ്പം എറിഞ്ഞ മൈൻഡ് ആക്കണമില്ല. അത് കളിക്കാൻ, അവൻ എന്താ കഴിക്കാൻ നോക്കുകയാണത്. കളിക്കുകയല്ല, നിച്ചോട്ടിന് അത് ഉപയോഗിക്കാനും പറ്റൂല. ഓടാന്ന് വയ്യവന്. കാലിട്ടൊരു കടിയിടണം. ആ വീണ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. വൈകുന്നേരമായപ്പം വിളക്കൊക്കെ വെച്ചു, അതേപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇനി നിച്ചുവിന് ഉറക്കലാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അവനെ ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ 100 അമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കും, അവൻ ഉറക്കേ വരില്ല. എങ്ങനെയൊക്കെയൊക്കെയോ പിടിച്ച് ഉറക്കി. അങ്ങനെ 6 ദിവസവും കഴിഞ്ഞു. ബൈ.